സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകി. സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലകളിലും മഴയ്ക്കുള്ള മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. അതേസമയം തലസ്ഥാനത്ത് ഇന്നലെ രാത്രി 6 മണിക്കൂറിലധികം നിന്ന് പെയ്ത മഴയിൽ വ്യാപകമായി വീടുകളിൽ വെള്ളം കയറി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ശാലിനിയും പത്തനംതിട്ടയിൽ നിന്ന് മിഥുൻ മുരളിയും കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരനും ചേരുകയാണ്. ആദ്യം തലസ്ഥാനത്തേക്ക് തന്നെ പോവുകയാണ്. ശാലിനി, നമുക്കറിയാം ഒരു ഉഷ്ണതരംഗം വളരെയധികം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മഴ പെയ്തപ്പോൾ എല്ലാവരും വളരെയധികം സന്തോഷിച്ചു. പക്ഷേ നമുക്കറിയാം, നമ്മുടെ തലസ്ഥാനത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി മുൻകൂട്ടി തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും സർക്കാർ അതിന് കൃത്യമായൊരു നടപടി സ്വീകരിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. കാരണം ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് വളരെയധികം കെടുകാര്യസ്ഥതയായി തന്നെ കണക്കാക്കാൻ സാധിക്കില്ലേ? ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സംസ്ഥാന വ്യാപകമായി ഇന്ന് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. 3 ജില്ലകൾക്കാണ് ഇന്ന് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം, അതായത് എക്സ്ട്രീം മഴ ലഭിക്കുമെന്നുള്ള മുന്നറിയിപ്പുള്ളത്. പത്തനംതിട്ട, ഒപ്പം തന്നെ കോട്ടയം, ഇടുക്കി ജില്ലകൾക്കാണ് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശമുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ തലസ്ഥാന ജില്ലയിലടക്കം ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എല്ലാ ജില്ലകൾക്കും മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തിരുവനന്തപുരം ജില്ലയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെ രാത്രി ഏകദേശം 10 മണിക്ക് ആരംഭിച്ച മഴ കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം 6 മണിക്കൂറിലധികമാണ് നിന്ന് പെയ്തത്. 117 മില്ലിമീറ്റർ മഴ ഇന്നലെ ഈ 6 മണിക്കൂറിനുള്ളിൽ തലസ്ഥാന ജില്ലയിൽ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് എയർ സ്റ്റേഷൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായ ചാല, അട്ടക്കുളങ്ങര മേഖലയിലാണ്. എനിക്ക് പിന്നിൽ കാണുന്നത് പോലെയാണ് തലസ്ഥാനത്തെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ എത്ര കണ്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത് ഈ ദൃശ്യങ്ങൾ തന്നെ ഒരുപക്ഷെ പൊതുജനങ്ങൾക്ക് മുൻപിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. കാരണം വേനൽക്കാലത്ത് നടത്തേണ്ട പരിപാടികൾ, അല്ലെങ്കിൽ വേനൽക്കാലം കഴിഞ്ഞ് വേനൽ മഴ ശക്തമാകുന്നതിന് മുൻപ് നടത്തേണ്ട മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ മിക്ക മേഖലകളിലും 100 വാർഡുകളുള്ള നഗരസഭാ പരിധിയിലും ജില്ലയുടെ മറ്റ് മേഖലകളിലും നടന്നിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ്. ചാലയിലെ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ രൂക്ഷമാകുന്നു. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടുള്ള റോഡ് നിർമ്മാണം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. ആ ഭാഗത്തിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ രൂക്ഷമാകുന്നു. അതിനായി എടുത്തിട്ടുള്ള കുഴികളൊക്കെ നമുക്ക് സമീപത്ത് കാണാൻ സാധിക്കും. ആളുകൾക്ക് സഞ്ചരിക്കാനോ നടക്കാനോ യോഗ്യമല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന സാഹചര്യം. എടുത്ത വ്യാപാര കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വ്യാപകമായി വെള്ളം കയറി നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. എത്ര രൂപയുടെ അല്ലെങ്കിൽ എത്ര ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇനി ഓരോ ആളുകളും എത്തി കട തുറന്നാൽ മാത്രമേ നമുക്ക് വ്യക്തമാവുകയും ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ നമുക്കൊപ്പം ഒരു വ്യാപാരി ചേരുകയാണ്. ഈ സമീപത്ത് കട നടത്തുന്ന ഒരു വ്യക്തിയാണ്. ചേട്ടാ, എങ്ങനെയാണ് കടയ്ക്കുള്ളിലെല്ലാം വെള്ളം കയറിയോ? രാത്രി 12 മണിക്കാണ് വെള്ളം കയറി. എല്ലാം പേപ്പറെല്ലാം നശിച്ച് പോയി. ഇനിയിപ്പോൾ കട തുറക്കാനും പറ്റില്ല. ഒരുപാട് ദുഃഖങ്ങളുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസം ആവും കട തുറക്കാനാണ്. ഒരുപാട് പൈസയും പോയി. പിന്നെ ഈ സാധനങ്ങൾ, പേപ്പർ, ന്യൂസ് പേപ്പർ, ബുക്ക്, നോട്ട് ബുക്കുകൾ, ടെസ്റ്റ് എല്ലാം ഇതായിപ്പോയി. ഇനി ഒന്നിനും കൊള്ളില്ല. ഏകദേശം ഒരു 10-25 ചാക്ക് പേപ്പർ പോയി. 1 കിലോ പേപ്പർ തന്നെ ഇപ്പോൾ 17 രൂപയ്ക്ക് എടുക്കുക. 1 രൂപ ലാഭത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം പേപ്പർ നാളെ മറ്റന്നാൾ കയറ്റി വിടാമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ മഴ വന്നു നശിച്ച് എല്ലാം പോയി. ആദ്യമായിട്ടാണോ ഇങ്ങനെ ഈ വെള്ളപ്പൊക്കം ഇവിടെ ഉണ്ടാവുന്നത്, ഇങ്ങനെ ഉണ്ടാവുന്നത്, അതോ സ്ഥിരമാണോ? അല്ല, വർഷം തോറും ഇത് കയറുന്നതാ. ഇതിപ്പോൾ ഇന്ന് നേരത്തെ വെള്ളം കയറുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ ട്രിപ്പ് 2-3 ട്രിപ്പ് വെള്ളം കയറിയിട്ടും ആരും ഒന്നും പറഞ്ഞില്ല. ഇത്തവണയും വെള്ളം കയറിയിട്ടുണ്ട്. ഇനി കുറച്ച് പൈസയൊക്കെ നഷ്ടമായിപ്പോയി. സൂചിപ്പിക്കുന്ന പോലെയാണ് ഈ ഒരാൾക്ക് മാത്രമല്ല, നിരവധി കടകൾ, സ്ഥാപനങ്ങൾ ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ കടകളിലൊക്കെ തന്നെ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാവും എത്രയധികം കണ്ട് ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഇവിടെ ചെറിയ തോതിലുള്ള കടകളുണ്ട്, വൻകിട സ്ഥാപനങ്ങളുണ്ട്. അതിലെല്ലാം തന്നെ വെള്ളം കയറി യാത്ര, അതായത് അട്ടക്കുളങ്ങരയുടെ നമ്മൾ നിൽക്കുന്ന ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗത്തേക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ആക്രി കടകളുണ്ട്, അവർ സ്റ്റോക്ക് ചെയ്ത സാധനങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ വെള്ളം കയറി നശിച്ചു കിടക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നതോടൊപ്പം തന്നെ കിള്ളിയാറ് നിറഞ്ഞ് വെള്ളം കരകവിഞ്ഞൊഴുകുന്നതാണ് ഇത്തരത്തിൽ ഇങ്ങോട്ടേക്ക് വെള്ളം കയറാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്നാണ് ഇവിടെയുള്ള ഓരോ വ്യാപാരികളും വ്യക്തമാക്കുന്നത്. കിള്ളിയാറിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കിള്ളിയാറിൽ ശരിയായ രീതിയിൽ നടന്നിരുന്നുവെങ്കിൽ വെള്ളം അതിന്റെ രീതിയിൽ പോയത്. പക്ഷെ അവിടെ മാലിന്യങ്ങളടക്കം നിറഞ്ഞ് വെള്ളക്കെട്ട് രൂക്ഷമായതാണ് ഇത്തരത്തിൽ ഒഴുക്ക് നിലച്ച് ഇങ്ങോട്ടേക്കൊക്കെ തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ
തന്നെ ഇവിടെ സ്മാർട്ട് സിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. സ്മാർട്ട് സിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള കുഴികളാണ് ഇത്. ഇത് രണ്ടാൾ പൊക്കത്തിലൊക്കെയുള്ള കുഴികളാണ്. ഇവിടെ വെള്ളം കയറി കിടക്കുകയാണ്. ഓർക്കാപ്പുറത്ത് വരുന്നവരൊക്കെ തന്നെ വെള്ളത്തിൽ വീണ് അപകടം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയാണ് തെളിയുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള കുഴികളും വെള്ളക്കെട്ടും ഒക്കെ രൂക്ഷമാകുന്ന ഒരു സാഹചര്യം. തൊട്ട് സമീപത്ത് ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ട്, വ്യാപാര സ്ഥാപനങ്ങൾ. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി സ്ഥാപനങ്ങൾ, വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയൊക്കെ വെള്ളം കയറി അതിരൂക്ഷമായ സാഹചര്യത്തിലേക്ക് തലസ്ഥാന ജില്ലയിൽ ഒരുപക്ഷെ ഒരു മിന്നൽ പ്രളയം ഉണ്ടായി എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളാണ് തലസ്ഥാന ജില്ലയിൽ ഈ മണിക്കൂറിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 117 മില്ലിമീറ്റർ വെള്ളമാണ് ഇവിടെ പെയ്ത് അല്ലെങ്കിൽ മഴയിൽ ലഭിച്ചത് എന്നുള്ളതാണ്. ആ ഒരു വെള്ളമൊക്കെ തന്നെ മതിയായ രീതിയിൽ ഒഴുകി പോകാനുള്ള സാഹചര്യങ്ങൾ അവർക്ക് ഉണ്ടാകാത്തത് തന്നെയാകാം ഇത്രയധികം വീടുകളിലും കടകളിലും ഒക്കെ വെള്ളം കയറിയിട്ടുള്ളത്. ശംഖുമുഖം, വലിയതോർ ഉൾപ്പെടെയുള്ള മേഖലകളിലും വ്യാപകമായി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഒപ്പം മലയോര മേഖലകളിലും അത്തരത്തിൽ തന്നെയാണ്. പൊന്മുടി അടക്കമുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ നിലവിൽ അടച്ചിരിക്കുകയാണ്. ദുരന്തങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകൾ, ഒപ്പം തന്നെ മണ്ണിടിച്ചിൽ, മലയിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടി വിലയിരുത്തുന്നുണ്ട്. അത്തരത്തിൽ ആ മേഖലയിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് അട്ടക്കുളങ്ങരയിലെ തന്നെ ഒരു ഹോട്ടലിലാണ്. ഈ ഹോട്ടൽ ഇന്നലെയും പ്രവർത്തിച്ചതാണ്. ഇന്ന് രാവിലെ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ദൃശ്യങ്ങൾ നമുക്കറിയാം, ഹോട്ടലിനകത്തേക്ക് കയറാൻ സാധിക്കാത്ത സാഹചര്യം. ഒപ്പം തന്നെ ഈ ഹോട്ടലിനുള്ളിൽ വ്യാപകമായി വെള്ളം കയറി അവരുടെ സാധന സാമഗ്രികൾ നശിച്ചു പോകുന്ന സാഹചര്യം. ഒപ്പം തന്നെ ഒരാൾക്ക് പോലും ഇതിനകത്തേക്ക് കയറാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൂടി എത്തുകയാണ്. ഇതിന്റെ കടയുടെ ഉടമ നമുക്കൊപ്പം ഇപ്പോൾ പ്രതികരിക്കുകയാണ്. ചേട്ടാ, എങ്ങനെയാണ് ഇപ്പോഴത്തെ കടയുടെ ഒരു അവസ്ഥ? അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കച്ചവടം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. നവംബറിൽ ഈ പണി തുടങ്ങിയതാണ്. ഇതുവരെയായിട്ട് ഇത് പണി പൂർത്തീകരിച്ചിട്ടില്ല. 6 മാസത്തെ കാലാവധി പറഞ്ഞാണ് ഈ പണി തുടങ്ങുന്നത്. ഇതുവരെ പണി തീർക്കുകയോ അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുകയോ ചെയ്തിട്ടില്ല. അപ്പുറത്തെ റോഡ് മാത്രം പണി പൂർത്തീകരിച്ചു, ഡേ നൈറ്റ് പണി പൂർത്തീകരിച്ചു കൊടുത്തു. ഈ റോഡിലെ അവസ്ഥ ഇതാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അതായത് 1 മണിക്കൂർ മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് കടയ്ക്കകത്ത് വെള്ളം കയറുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം നിലനിൽക്കുന്നത്. നമുക്ക് കച്ചവടം ചെയ്യാനും പറ്റുന്നില്ല. സാമ്പത്തികമായിട്ട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടിലാണ്. ഒരു 6-7 മാസ കാലമായിട്ട് നമ്മുടെ ബിസിനസ് വളരെ താപ്പോട്ടാണ്. പിന്നെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ ജീവിത സാഹചര്യം തന്നെ താപ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മാനസികമായിട്ട് പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ. രാവിലെ വരുമ്പോൾ കടയുടെ അവസ്ഥ, രാവിലെ വരുമ്പോൾ രാത്രി 1 മണിക്ക് ഞങ്ങളിവിടെ വന്നതാണ്. 1 മണിക്ക് വന്നപ്പോൾ വെള്ളം ഈ നിലവരെ ആയിട്ടുണ്ട്. 1 മണി കഴിഞ്ഞ് ശക്തമായ മഴയിൽ വെള്ളം മൊത്തം അകത്ത് കയറി. ആ കടയിലകത്ത് കയറി. അപ്പുറത്തെ വീടുണ്ട്, 12 പേര് താമസിക്കുന്ന ഒരു വീടുണ്ട് അവിടെ. ആ വീടിനകത്ത് മൊത്തം വെള്ളമാണ്. ഇപ്പോഴാണ് ഇച്ചിരി ഒന്ന് വെള്ളം വലിഞ്ഞത്. ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യസമയത്ത് നടന്നു. പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്. റോഡിൽ വെള്ളം കെട്ടില്ല എന്നുള്ള ഉറപ്പിലാണ് അവർ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് ഇത് പണിയുന്നത്. പക്ഷേ ഇവിടെ ഒരു ഓടയുണ്ട്. ആ ഓട ക്ലിയർ ചെയ്യാതെ, അത് കോർപ്പറേഷൻകാർ പിന്നെ പരിധിയിൽ വരുന്നതാണ് ആ ഓട. അത് അവർ ക്ലിയർ ചെയ്യാത്തത്തോളം കാലം ഇതായിരിക്കും ഇനിയുള്ള അവസ്ഥ. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എല്ലാവരും സാമ്പത്തിക പ്രതിസന്ധിയിലൊക്കെയാണ്. അവിടെ നിന്നൊക്കെ കയറി വരുന്ന സമയത്താണ് ഇത്തരത്തിൽ ദുരിതങ്ങൾ ഉണ്ടാകുന്നു. അതിൽ നഗരസഭ പോലും കാര്യക്ഷമമായി ഇടപെടാത്തതാണ് ഇത്തരത്തിൽ വലിയ ദുരന്തങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ അവരുടെ തൊഴിലാളികൾ എത്തി ക്ലീനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. പക്ഷേ ക്ലീനിങ് നടന്നാലും ഇന്ന് ഓറഞ്ച് അലർട്ട് ഉൾപ്പെടെയുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് തലസ്ഥാന ജില്ലയ്ക്ക് നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായും അത്രയധികം മഴ വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വെള്ളം വീണ്ടും പൊങ്ങും, ഈ കടയ്ക്കുള്ളിലേക്ക് കയറും, അവരുടെ പ്രവർത്തനത്തെ അത് കാര്യമായി ബാധിക്കുമെന്നുള്ള ആശങ്ക അവർ ഇപ്പോഴും പങ്കുവയ്ക്കുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ രാത്രി 10 മണിക്ക് ആരംഭിച്ച മഴയാണ് ഏകദേശം 6-7 മണിക്കൂർ നിന്ന് പെയ്യുന്ന ഒരു സാഹചര്യം തലസ്ഥാന ജില്ലയിൽ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെയാണ്, 1 മണിക്കൂർ നിന്ന് പെയ്താൽ തന്നെ തലസ്ഥാനം വെള്ളക്കെട്ടിലും ഒപ്പം തന്നെ മിന്നൽ പ്രളയത്തിലേക്കും ഒക്കെ തന്നെ പോകുന്ന ഒരു സാഹചര്യമാണ് തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്താതെ, ഓട ശുചീകരണം ഉൾപ്പെടെ നടത്താതെയുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അതിന്റെ ഒരു പ്രധാന പ്രതിസന്ധി എന്നുള്ളതാണ് എല്ലാവരും വിലയിരുത്തുന്നത്. പ്രധാനമായും ഇവിടുത്തെ ആമയിഴഞ്ചാൻ തോട് ഉൾപ്പെടെ മാലിന്യങ്ങൾ ഒഴുകി പോകേണ്ട സ്ഥലങ്ങളുണ്ട്. അതൊക്കെ വൃത്തിയാക്കാതെ, അതിന്റെ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊന്നും തന്നെ നടത്താതെയാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത്. അതിന്റെയൊക്കെ ഒരു ഭാഗമാണ് ഈ വേസ്റ്റ് വെള്ളവും ഒപ്പം തന്നെ ഈ മാലിന്യങ്ങളൊക്കെ ഒഴുകി ചെന്നാൽ അതിന് പൂർണ്ണമായും പോകാനുള്ള സ്ഥലമില്ലാതെ വരുന്നു. അത് കെട്ടിക്കിടക്കുന്നു. സ്വാഭാവികമായും വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. ഇത്തരത്തിൽ കടകളിലേക്കും വീടുകളിലേക്കും ഒക്കെ തന്നെ വെള്ളം കയറുന്നു. അവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു. എന്തായാലും തലസ്ഥാന ജില്ലയിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു.
അറിയിക്കുകയാണ്. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ രൂക്ഷമായ ഒരു പ്രതിസന്ധി തലസ്ഥാന ജില്ലയിൽ നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് പോലെ തന്നെ ഇനിയിപ്പോൾ ഈ വെള്ളക്കെട്ടിലൊക്കെ കൊതുകുകളും മറ്റ് ഇതൊക്കെ വളർന്ന് അതിനുശേഷം അത് പകർച്ചവ്യാധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി തലസ്ഥാന ജില്ലയിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം മഞ്ഞപ്പിത്തം, എലിപ്പനി ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തലസ്ഥാന ജില്ലയിൽ അടക്കം പല മേഖലകളിലും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിനിടയിൽ ഈ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. ഈ വെള്ളക്കെട്ട് ഇറക്കി വിടാനുള്ള ശ്രമങ്ങൾ നഗരസഭയുടെയോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകാത്തൊരു സാഹചര്യം. പക്ഷേ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 6 മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്നുള്ളതായിരുന്നു ഈ സ്മാർട്ട് സിറ്റിയുടെ നിർമ്മാണം തുടങ്ങിയപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റിയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ പ്രതിനിധികളും ഒക്കെ വ്യക്തമാക്കിയത്. PWD മന്ത്രി ഉൾപ്പെടെ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ വലിയ ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശാലിനി, അവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളരെയധികം ജാഗ്രതയോടുകൂടി നിൽക്കുക. കാരണം റോഡിലെല്ലാം കുഴികളാണ്. ജനങ്ങളെല്ലാം വളരെയധികം പേടിച്ചാണ് റോഡുകളിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളൊരു സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ട്.